നാടിതുവരെ കാണാത്ത ക്രൂരകൃത്യം, സംശയമുനവെച്ചുള്ള സഹപ്രവർത്തകരുടെ ഒളിയമ്പുകൾ. ഞാനൊന്നും കണ്ടില്ലേ കേട്ടില്ലേ എന്ന മൊഴിമാറ്റങ്ങൾ. ഒന്നു രണ്ടുമല്ല, പണത്തിനും കരുത്തിനും മുന്നിൽ കൂറുമാറിയത് 28 പേരാണ്. അതിലുണ്ടായിരുന്നു അന്ന് വരെ ചിരിച്ചു നടന്ന സഹപ്രവർത്തകർ. സിദ്ദിഖ്, ഭാമ, ബിന്ദു പണിക്കർ, ഇടവേള ബാബു, അങ്ങനെ നീണ്ടുപോകുന്നു. അത് സ്വകാര്യതയുടെ എല്ലാ അറ്റവും കടന്നെന്ന് നിസ്സംശയം പറയാവുന്ന മെമ്മറി കാർഡിലെ അനധികൃത പരിശോധന. കോടതി മാറ്റണമെന്ന അതിജീവിതയുടെ പരാതി. പറഞ്ഞു മടുത്ത് രാജിവെച്ച പ്രോസിക്യൂട്ടർമാർ. അങ്ങനെ സഹിക്കാവുന്നതിന്റെ വലിയ ഭാരം പേറിയാണ് ഇന്നലെ അതിജീവിത ആ വിധിക്ക് കാത്തിരുന്നത്. നിയമം അവർക്ക് നീതിയായില്ല. ഇന്നലെ ഉറങ്ങിയിട്ടില്ല ആ സ്ത്രീ. വിധിപ്പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ വിചാരണ കോടതി, ഒന്നുകൂടി പറയുന്ന വിചാരണ കോടതി, തെളിവില്ലെന്ന് പറഞ്ഞ് വിട്ടയച്ചയാളെ പ്രശംസിക്കാനും ചേർത്ത് നിർത്താനും വരിവരിയായി നിൽക്കുകയാണ് സഹപ്രവർത്തകർ. അന്ന് അവളെ കൂടെ ചേർത്ത് നിർത്തിയതിനേക്കാളേറെ പേർ. 8ാം പ്രതിയായിരുന്നയാൾ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് അടുത്ത ശത്രുവാരെന്ന ഹൂളിഗൺ സംഘത്തിന് സൂചന നൽകിയപ്പോൾ ആ സഹപ്രവർത്തകയെപ്പറ്റി പറയാനുള്ള കരുണയൊന്നും അവർക്കില്ല. സിനിമാ ലോകം അങ്ങനെയാണെന്ന് വയ്ക്കാം. ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി, ഒരു മുന്നണിയുടെ കൺവീനറുമുണ്ട് ആ സംഘത്തിൽ. കഷ്ടം. ഇതാണോ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമെന്നേ ചോദിക്കാൻ. ആർക്കൊപ്പം എന്നതാണ് ചോദ്യം.